ജാർഖണ്ഡ് നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. കോടതിയുടെ പ്രത്യേക അനുമതിയോടെ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ വോട്ടെടുപ്പിന് എത്തിയിട്ടുണ്ട്. തന്റെ അറസ്റ്റിന് പിന്നിൽ രാജ്ഭവനും പങ്കുണ്ട് എന്ന് സംശയിക്കുന്നതായി ഹേമന്ത് സോറൻ ആരോപിച്ചു. തന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ രേഖകൾ കാണിച്ചാൽ രാഷ്ട്രീയം വിടാമെന്ന് ഹേമന്ത് സോറൻ വെല്ലുവിളിച്ചു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ വിശ്വാസ വോട്ടെടുപ്പിന്റെ നടപടികൾ ഇപ്പോൾ ഏത് ഘട്ടത്തിൽ? ഒപ്പം തന്നെ ഹേമന്ത് സോറന്റെ പ്രസംഗം അതിൻ്റെ ഉള്ളടക്കം എന്താണ്? രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയാത്തിടത്ത് ഏജൻസികളെ ഉപയോഗിച്ച് BJP വേട്ടയാടുന്നു എന്നടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തുന്നുണ്ട്. വിശദാംശങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, ജാർഖണ്ഡ് നിയമസഭയിൽ നാടകീയമായ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയത്. അതിൻ്റെ തുടർച്ചയായിക്കൊണ്ട് ഇപ്പോൾ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ വിശ്വാസ വോട്ട് തേടുകയാണ്. അദ്ദേഹം തന്നെയാണ് വിശ്വാസ പ്രമേയം സഭയിൽ അവതരിപ്പിച്ചത്. തുടർന്ന് അതിൽ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. വൈകാരികമായ ഒരു പ്രസംഗമാണ് ഇതിൽ പങ്കെടുത്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ നടത്തിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു തൻ്റെ പ്രസംഗത്തിൽ എന്നുള്ളതാണ്. താൻ അല്ലെങ്കിൽ സഖ്യം അവിടെ ചമ്പൈ സോറനെ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചത്. തന്റെ അറസ്റ്റ് ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. BJPക്ക് രാഷ്ട്രീയമായി ജയിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് പിന്നിൽ നിന്നും ആക്രമണം നടത്തുന്നത് എന്നും അതിനാണ് താൻ ഇരയായത് എന്നും രാജ്ഭവനും ഇതിൽ പങ്കുണ്ട് എന്ന ഗുരുതര ആരോപണവും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. താൻ തോൽവി സമ്മതിച്ചിട്ടില്ല, അത് ഒരിക്കലും സമ്മതിക്കില്ല. തന്നെ ജയിലിൽ നിർത്തി വിജയിക്കാമെന്ന് BJP കണക്ക് കൂട്ടുന്നു. എന്നാൽ അപ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം നിരവധി പേർ ജീവൻ വെടിഞ്ഞ മണ്ണാണ് ജാർഖണ്ഡിലേത് എന്ന കാര്യവും ഓർമ്മിപ്പിച്ചു. താൻ കണ്ണുനീർ പൊഴിക്കില്ല, തൻ്റെ കണ്ണുനീർ താൻ സംരക്ഷിച്ചു വയ്ക്കും എന്നും നിങ്ങൾ ആദിവാസികളുടെ കണ്ണുനീർ നിങ്ങൾക്കൊരു പ്രശ്നമല്ല എന്ന കുറ്റപ്പെടുത്തലും അദ്ദേഹം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ഒരു വെല്ലുവിളിയും നടത്തിയിരിക്കുകയാണ്. 8.5 ഏക്കർ ഭൂമി കുംഭകോണം നടത്തിയെന്ന കേസിലാണ് തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ധൈര്യമുണ്ടെങ്കിൽ തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത രേഖകൾ കാണിക്കാനാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് തെളിയിക്കപ്പെടുകയാണെങ്കിൽ താൻ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി. താൻ 5 വർഷം തികയ്ക്കില്ല എന്ന് നേരത്തെ തന്നെ കണക്കുകൂട്ടിയിരുന്നു. അത് ശരിവെച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ നടപടികളെന്നും ആദിവാസികൾ ആർക്കു മുന്നിലും തലകുനിക്കില്ല എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഈ വിശ്വാസ പ്രമേയത്തിലുള്ള ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കടുത്ത ആക്രമണം ഈ ജാർഖണ്ഡിൽ നടന്നത് കേന്ദ്ര ഏജൻസികളെ ഒരു കടന്നുകയറ്റമാണ് എന്നും കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഗുരുതര ആരോപണം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചമ്പൈ സോറൻ ഉന്നയിച്ചിരുന്നു. സമാനമായ ആരോപണങ്ങൾ തന്നെയാണ് ഈ ഭരണകക്ഷിയിൽ നിന്നുള്ള അംഗങ്ങൾ തങ്ങളുടെ പ്രസംഗങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതീവ വൈകാരികമായ പ്രസംഗമാണ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സഭയിൽ നടത്തിയത്. റിജിത്ത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തന്നെ ജയിലിൽ നിർത്തി വിജയിക്കാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് എന്ന് ഹേമന്ത് സോറൻ പറയുന്നു. തൻ്റെ അറസ്റ്റ് ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്ന് ഹേമന്ത് സോറൻ പറയുന്നു. ഒപ്പം തന്നെ തൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഭൂമിയുടെ രേഖകൾ കാണിച്ചാൽ രാഷ്ട്രീയം വിടാം എന്നുള്ളൊരു വെല്ലുവിളിയും ഹേമന്ത് സോറൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. इनको लगता है कि मुझे जेल के सलाखों के अंदर डालकर ये अपने मंसूबे में सफल हो जाएंगे। ये झारखंड है अध्यक्ष महोदय, ये देश का एक ऐसा राज्य है जहां हर कोने में आदिवासी, दलित, पिछड़े वर्गों से अनगिनत सिपाहियों ने अपनी कुर्बानी देकर यहाँ के आदिवासी दलितों की जान बचाई।